തൃശൂർ നെടുപുഴയിൽ 150 ഗ്രാമോളം ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. തൊടുപുഴ സ്വദേശി അൻവർ റഷീദാണ് പിടിയിലായത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി തന്നെയാണ് ചേരുന്നത്. അനീഷ്, എന്താണ് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, കഴിഞ്ഞ രാത്രിയിലാണ് ഇത്തരത്തിൽ യുവാവിനെ മയക്കുമരുന്നുമായി നെടുപുഴ പോലീസ് പിടികൂടുന്നത്. നെടുപുഴ പോലീസ് രാത്രി പട്രോളിങ്ങിനിടെയാണ് നെടുപുഴ പള്ളിക്ക് സമീപം വഴിയരിയിൽ സംശയാസ്പദമായി നിൽക്കുന്ന ഈ യുവാവിനെ കണ്ടത്. ഉടൻ പോലീസ് ഇയാളെ കാര്യങ്ങൾ വിശദീകരിച്ച് എന്തുകൊണ്ടാണ് ഈ രാത്രി ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ മറുപടിയിൽ പന്തിക്കേട് തോന്നിയതോടെ പോലീസ് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് പരിശോധിക്കുകയായിരുന്നു. ഈ ബാഗിലാണ് ഇത്തരത്തിൽ 150 ഗ്രാമോളം വരുന്ന മാരക മയക്കുമരുന്നായിട്ടുള്ള ഹാഷിഷ് ഓയിൽ കണ്ടെടുത്തത്. ഈ പിടിയിലായ ആള് തൊടുപുഴ സ്വദേശിയാണ്. പേര് അൻവർ റഷീദ് എന്നാണ്. ഇയാൾ ഇത് വിൽപ്പനയ്ക്കായി ഇവിടെ എത്തിച്ച് ഇത് ഇടപാടുകാരനെ കാത്ത് നിൽക്കുന്ന സമയത്താണ് പോലീസ് അതുവഴി പട്രോളിങ്ങിനായി എത്തുന്നതും ഇയാളെ ചോദ്യം ചെയ്യുന്നതും ഇയാളുടെ ബാഗ് പരിശോധിക്കുന്നതും ഒക്കെ. എന്തായാലും ഇയാളിപ്പോൾ നെടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇയാളുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ആരൊക്കെയാണ് ഇതിന്റെ മറ്റു കണ്ണികൾ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫോൺ രേഖകളിൽ നിന്നും ലഭിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് പോലീസ്. എന്തായാലും ഈ ആളെയാണ് ഇയാൾ അവിടെ വന്ന് കാത്തുനിന്നത്. ആർക്കാണ് ഈ മയക്കുമരുന്ന് കൈമാറാനായി ഇയാൾ അവിടെ എത്തിയത്? തൊടുപുഴയിലുള്ള ഒരാൾ തൃശൂർ നെടുപുഴയിൽ എത്തണമെങ്കിൽ ആരെ കാണാനാണ് എത്തിയത്? ആർക്കാണ് ഇത് കൈമാറാൻ എത്തിയത്? ഇതിന് പിന്നിലുള്ള ഇടപാടുകാർ ആരൊക്കെയാണ്? എവിടെ നിന്നാണ് ഇയാൾ ഇത്തരത്തിൽ ഈ വലിയൊരു അളവിൽ ഈ ഹാഷിഷ് ഓയിൽ വാങ്ങിയത്? എവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് എന്തായാലും അന്വേഷണം വ്യാപിപ്പിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇയാൾ ഇപ്പോൾ നെടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അരുണിമ, ശരി, വ്യക്തമാണ്. 150 ഗ്രാമോളം ഹാഷിഷ് ഓയിലാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. തൃശൂർ നെടുപുഴയിലാണ് 150 ഗ്രാമോളം ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിലായിരിക്കുന്നത്. തൊടുപുഴ സ്വദേശി അൻവർ റഷീദാണ് പിടിയിലായിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.